മാറുന്ന ഒരു ഇമോഷൻ അല്ല സന്തോഷം എന്ന് പറയുന്നത്. ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ ആവേശത്തോടെ സ്തോത്രം പറയുന്ന ഒരു ഇമോഷൻ അല്ല സന്തോഷം എന്ന് പറയുന്നത്. കർത്താവിൽ സന്തോഷിക്കുക എന്ന് പൗലോസ് ദൈവസഭയ്ക്ക് കൈമാറുന്ന ആ ചിന്ത ഇന്ന് പകൽ അല്പനിമിഷങ്ങൾ നമ്മൾ ഒന്ന് ധ്യാനിക്കാൻ പോകുകയാണ്. ഈ ലേഖനം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ പൗലോസ് എഴുതിയ 4 സന്തോഷങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ പഠിപ്പിക്കുവാനിടയായി. നമ്മൾ ചിന്തിക്കുന്ന ഒരു ആത്മീയ സന്തോഷമല്ല പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 4 തരം സന്തോഷങ്ങളെ കുറിച്ച് ഈ കൊച്ചു ലേഖനത്തിൽ ദൈവത്തിന്റെ ദാസനായ പൗലോസ് രേഖപ്പെടുത്തി. ആ വാക്യങ്ങളിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ച് അതിന്റെ വിശകലനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒന്ന് കടന്നു വരാം. ദൈവത്തിന്റെ സ്തോത്രം. 2-ാം അധ്യായം ഒന്നിടത്തെ അതിന്റെ 17-18 വാക്യങ്ങളിൽ ഒന്നാമത്തെ ചിന്ത പൗലോസ് രേഖപ്പെടുത്തുക. എന്താണ് ക്രിസ്തുവിലുള്ള സന്തോഷം? ഫിലിപ്പിയൻ ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 17 and 18, 17-18 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ ഞാൻ സന്തോഷിക്കും. അടുത്ത വാക്യം കൂടി. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിക്കും, എന്നോട് കൂടെ സന്തോഷിപ്പിക്കും. പൗലോസ് ഈ ആത്മീക ചിന്ത ദൈവസഭയ്ക്ക് കൈമാറുമ്പോൾ വിശ്വാസം എന്നൊരു പദത്തെ കുറിച്ച് ആ വേദഭാഗത്തിൽ രേഖപ്പെടുത്തുകയാണ്. കർത്താവിലുള്ള വിശ്വാസമാണ് ഒരു ദൈവപൈതലിന്റെ സന്തോഷം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണമേ. കർത്താവിലുള്ള വിശ്വാസമാണ് ഒരു ദൈവപൈതലിന്റെ സന്തോഷം എന്നുള്ളത്. എന്നിട്ട് പൗലോസ് അതിനെ നിർവചിക്കുക. ഈ വിശ്വാസത്തിന് വേണ്ടി രക്തമൊഴുക്കേണ്ട വന്നാലും ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ ആത്മീക ചിന്തകൾ പൗലോസ് അവതരിപ്പിക്കുന്ന 2 ചിന്തകൾ അതിനകത്തുണ്ട്. എന്താണ് കർത്താവിലുള്ള എന്റെ സന്തോഷം? അത് കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ വിശ്വാസത്തെ കുറിച്ച് നിർവചിക്കുമ്പോൾ പൗലോസ് പറയുക, ഈ വിശ്വാസത്തിന് വേണ്ടി എന്റെ രക്തമൊഴുക്കേണ്ട വന്നാലും, എന്റെ ചോര അവസാന തുള്ളി രക്തം വരെ ഊറ്റിക്കൊടുക്കേണ്ട വന്നാലും ഞാൻ അതിൽ സന്തോഷിക്കുകയാണ്. രക്തത്താൽ രക്തം വിയർപ്പായാലും കർത്താവിലുള്ള വിശ്വാസമാണ് എന്റെ സന്തോഷമെന്ന് സഭയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. ശ്രദ്ധിക്കുക. ഈ വിശ്വാസം എന്നൊരു പദം വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. വിശ്വാസം ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, വിശ്വാസം ഇല്ലാതെയും ഒരു മനുഷ്യന് എന്ത് ചെയ്യാം? ജീവിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി പോകുമ്പോൾ, കാര്യങ്ങളൊക്കെ നന്നായി നടക്കുമ്പോൾ ഒരു മനുഷ്യന് വിശ്വസിക്കേണ്ട കാര്യമില്ല. വിശ്വാസം ഇല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒരു ദൈവപൈതലാണെങ്കിലും ഒരു ദൈവപൈതലല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ സ്മൂത്തായി പോയാൽ ജീവിക്കാൻ വിശ്വാസം വേണ്ട. ദൈവത്തിന്റെ സ്തോത്രം. ആ എനർജിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ എപ്പോഴാ വിശ്വാസം നമ്മുടെ